സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെ കുറ്റമറ്റ രീതിയിൽ ഗുണഭോക്താവിന്റെ വീട്ടിലെത്തിക്കുന്ന പദ്ധതി നിർത്തലാക്കിയതിൽ പ്രതിഷേധം. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന ധർണാ സമരം KCEC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉത്തരവിന്റെ കോപ്പി KCEC ജില്ലാ പ്രസിഡന്റ് മലയിൽ ബാലകൃഷ്ണൻ കത്തിച്ചു. താലൂക്ക് പ്രസിഡന്റ് PP പ്രസിദ്ധ് കുമാർ അധ്യക്ഷത വഹിച്ചു. NK അജിത് കുമാർ, നിജേഷ് D, MK ബാബുരാജ്, BK ഗിരീഷ്, K പ്രകാശൻ, VC ജിഷ, സലീന P എന്നിവർ സംസാരിച്ചു. എടോടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് KTK അജിത്ത്, രമേശ് മേമുണ്ട, സുധീഷ് MT, സുബീഷ് KM, അജേഷ് ചോമ്പല, കാഞ്ചിത്ത് PP, സുനിജ PK തുടങ്ങിയവർ നേതൃത്വം നൽകി. വീരം കെടുത്തുന്ന രൂപത്തിൽ ഈ പെൻഷൻ പദ്ധതിയിൽ പകുതിയിലധികം ആളുകൾ വീട്ടിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പദ്ധതിയെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ അതൊരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പെൻഷൻ വീട്ടിലെത്തിക്കുന്ന പദ്ധതി കഴിഞ്ഞ 2016 ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണ്. അതുവരെ ബാങ്കുകളിലും അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന പെൻഷൻ പദ്ധതി ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ബാങ്കുകളിൽ പോയി വാങ്ങാനും അതേപോലെ മറ്റു സ്ഥലങ്ങളിൽ എത്തിപ്പെടാനുമുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൈകളിൽ നേരിട്ടെത്തിക്കുന്ന ലോകത്തിൽ തന്നെ ഒരു സ്ഥലത്തുമില്ലാത്തൊരു പദ്ധതിയാണ് 2016 നമ്മൾ 25 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവന്നത്. നമുക്കറിയാം, ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും അത് കൃത്യമായി ലഭിക്കാതെ അല്ലെങ്കിൽ യഥാസമയം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ആ പദ്ധതി നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കി വന്നത് സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നു. സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സഹകരണ ബാങ്കിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ ഗവൺമെന്റ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ നിർത്തലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം ഒരു ഭാഗത്ത്, അതേപോലെ കേരളത്തിലെ 5000-ലധികം വരുന്ന കളക്ഷൻ ഏജന്റുമാരെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പദ്ധതി കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. ചെറിയ ഇൻസെന്റീവ് ആണെങ്കിൽ പോലും, ഇൻസെന്റീവ് വലിയ തോതിൽ ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ചപ്പോഴും നമ്മൾ ഇതേപോലെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും അത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നമ്മുടെ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാർ വീടുകളിൽ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി സഹകരണ ബാങ്കിലെ ജീവനക്കാർ കയറി വരുന്നതും കാത്ത് ഓരോ ദിവസവും അവരുടെ കാലസ്ഥയും കാത്തു നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അരിയിൽ, അവരുടെ ചോറിൽ കല്ലുവാരിയിടുന്ന രൂപത്തിലേക്കുള്ള ഒരു സമീപനവുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. നമുക്കറിയാം, 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 800 രൂപയിൽ നിന്നും ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ച് 1 രൂപ കുടിശ്ശികയില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക, 1.5 കൊല്ലം കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല 2000 രൂപയായി വർദ്ധിപ്പിച്ച് 1 രൂപ പോലും കുടിശ്ശികയില്ലാതെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്നും പുറത്തുപോയത്. ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് നാഷണലൈസ് ബാങ്കിൽ പോയി, SBI ബാങ്കിൽ, കനറ ബാങ്കിൽ, സിൻഡിക്കേറ്റ് ബാങ്കിൽ, അതുപോലുള്ള ബാങ്കുകളിൽ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. അവർക്ക്, സാധാരണക്കാർക്ക് എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് അവിടെ എഴുതി കൊടുക്കാൻ ആളുണ്ടാവില്ല, ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ UDF സർക്കാർ ഈ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. കൂടുതൽ ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം എന്ന് പറയുന്നത് ഒരു സൂചനാ സമരമാണ്. ഈ സമരം നാളെ കേരളത്തിന്റെ എല്ലാ തെരുവീതികളിലും സെക്രട്ടേറിയറ്റ് നടയിലും സ്തംഭിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, KCEC സിന്ദാബാദ്, KCEC സിന്ദാബാദ്, KCEC സിന്ദാബാദ്. മുഖ്യ സതീശ, മുഖ്യ സതീശ, മുഖ്യ സതീശ, മുഖ്യ സതീശ.